ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. LSS പരീക്ഷയുടെ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 3-4 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ഒന്നിച്ചിവിടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തം തന്നെ എത്ര എണ്ണത്തിന്റെ ആൻസർ സ്വയം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ് ചെയ്ത് വരുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. കാരണം ഇതുവരെ സീരീസ് ആയിട്ട് പരീക്ഷ ഉള്ളത് വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഓക്കെ, സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1, 2, 5, 10, 17, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, 37. ഇങ്ങനെയാണ് വരുന്നത്. ഈ എടിയിലുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. പൊതുവെ സാധാരണ ഏറ്റവും അവസാനത്തെ ഉണ്ടാവുക ഇവിടെ എടിയിലുള്ളതാണ്. അത് കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക്. നോക്കൂ, അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വരിക? 1 ആണ്. 1ന്റെ പേര് 1 കൂട്ടിയാൽ 2 ആയി. 2ഉം 5ഉം തമ്മിൽ നിങ്ങൾക്കറിയാം 2ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. കൂട്ടി 5 കിട്ടുമല്ലോ. 5ന്റെ പേര് 10 ആവാൻ എത്ര വേണം? 5 വേണം. നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. ഈ 10ന്റെ പരം ഇവിടെ എത്ര? 17 ആവാൻ എത്ര വേണം? നമുക്ക് 7 വേണം. അപ്പൊ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ, 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 കിട്ടി. 5ന്റെ പേര് 7 കിട്ടി. അടുത്തത് എത്രയായിരിക്കും വരുന്നത്? നിങ്ങൾ ഇതൊക്കെ തന്നെ ഓർമ്മയുണ്ടാവും. ഇപ്പൊ 9 എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ? അപ്പൊ 17ന്റെ കൂടെ 9 കൂട്ടിയാൽ ഇവിടുത്തെ നമ്പർ കിട്ടി. 17ഉം 9ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 26. 17, 10, 27 ആണല്ലോ അല്ലെ? 17 + 10 27 ആണ്. അപ്പൊ അതിൽ നിന്നൊന്ന് കുറച്ചാൽ നമുക്ക് എത്രയായി? 26 ആയി. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എത്രയാണ്? 26. അപ്പൊ ആൻസർ 26. ഇനി അടുത്ത നമ്പർ എത്ര ആയിരിക്കും? ഇതിന്റെ കൂടെ 11 കൂട്ടണം. 26ഉം 11ഉം കൂട്ടിയ 37. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇവയുടെ വ്യത്യാസം മനസ്സിലാക്കി പോവുക. ഇവ ഏത് ക്രമത്തിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ക്രമത്തിൽ തന്നെ അടുത്ത നമ്പർ കണ്ടുപിടിച്ച് നമ്പർ കൂട്ടിയിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? Price of a dozen pens is ₹60. Then what is the price of 1 pen? മലയാളത്തിൽ അവിടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഒരു ഡസൻ പേനകളുടെ വില 60 രൂപയാണ് എങ്കിൽ ഒരു പേനയുടെ വില എത്ര? അപ്പോൾ ഡസൻ എന്താണ് എന്ന് കുട്ടികൾ അറിയണം. നോക്കൂ, ഒരു ജോഡി എന്ന് പറഞ്ഞാൽ അറിയണം. ശ്രദ്ധിക്കുക, ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. 12 എണ്ണത്തിനെയാണ് നമ്മൾ ഒരു ഡസൻ, 2 എണ്ണം. ഓക്കെ, മറ്റേത് 12 എണ്ണം. 12 നമ്പേഴ്സ് ആണ് 1 ഡസൻ. 1 ഡസൻ ഈ ജോഡിക്കും ഇംഗ്ലീഷിൽ പറയാ പെയർ. 1 പെയർ. ഡസൻ തന്നെയാണ് പറയുക ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോ ഒരു ഡസൻ പേനക്കാണ് 60 രൂപ. അപ്പോ അതിന്റെ അർത്ഥം എന്താ? 12 പേനകൾക്കാണ് 60 രൂപ. അപ്പൊ നോക്കൂ, 12 പേനയുടെ വിലയാണ് എത്ര? 60 രൂപ. അതിൽ നിന്ന് നമ്മൾക്ക് ഒരു പേനയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ പെൻ എന്ന് പറഞ്ഞാൽ പേന. ഒരു പേനയുടെ കണ്ടുപിടിക്കാൻ 60നെ അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 5. കാരണം 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, എന്താ കാരണം? 12നെ 10 5 50 ആണ്. 2 5 10 ആണ്. അപ്പൊ 60ല് 12 എത്ര വരും? 5 വരും. 5 10 50ഉം 5 2 10 കൂട്ടിയാൽ നമുക്ക് 60 കിട്ടി. അപ്പൊ ഒരു പേനയുടെ വില നമുക്ക് എത്ര കിട്ടി? 5 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അങ്ങനെയല്ല, 12 പെന്നിന് 60 കിട്ടിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ അവര് കണ്ടുപിടിക്കേണ്ടത് 12 പെന്നിന് 60 രൂപ. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 6 പെന്നിന്റെ വില കിട്ടും. എത്ര കിട്ടും? 30 കിട്ടും. അപ്പൊ ചെയ്യാൻ പറ്റുമല്ലോ. 12 പെന്നിന് 60, അപ്പൊ
6 നേരെ പകുതി എടുക്കുക, 6 പെൻ. അപ്പൊ ഇതിന്റെ പകുതി വരെ എടുക്കുക. 6 പെന്നിന് 30 രൂപയാണ്. ഒരു പെന്നിന് എത്ര വരും? 5 വരുമല്ലോ. അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 6 പെന്നിന് 30 ആണെങ്കിൽ ഒരു പേനക്ക് 5 രൂപ. അങ്ങനെ പ്രയാസമുള്ളവര് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 2 വഴികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡസൻ എന്നാൽ എന്താണ് എന്നുള്ള ഐഡിയ ആണ് ഇവിടെ കുട്ടികൾക്ക് ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഒരു പരീക്ഷ തുടങ്ങാനായി ഒരു ബെല്ലടിച്ച് തുടർന്ന് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഓരോ ബെല്ലടിച്ചു. ആകെ 5 ബെല്ലടിച്ചു എങ്കിൽ പരീക്ഷാ സമയം എത്ര ആണെന്നാണ് ചോദിക്കുക. ഇംഗ്ലീഷിലും അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. പരീക്ഷ തുടങ്ങാനായി ഒരു ബെല്ലടിച്ചു. നോക്കൂ കുട്ടികളെ, ഒരു ബെല്ല് അടിച്ചു. ഒരു ബെല്ലടിക്കുമ്പോൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത ബെല്ലടിക്കുമ്പോക്ക് സമയം എത്രയായി? എത്ര? ഓരോ അരമണിക്കൂറിനുമാണ്. ഓരോ അരമണിക്കൂറിനും നമുക്ക് അരമണിക്കൂറിന് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ 30 മിനിറ്റ് എന്ന് എഴുതിക്കോട്ടെ, അരമണിക്കൂറിന്. അപ്പൊ ഈ ബെല്ലടിക്കുമ്പോൾ എത്ര സമയമായി? രണ്ടാമത്തെ ബെല്ലടിക്കുമ്പോഴേക്കും ഇവിടെ 30 മിനിറ്റ് വന്നു. ഡൗട്ട് ഒന്നുമില്ലല്ലോ, 30 മിനിറ്റ് വന്നു. ഓക്കെ, ഈ മിനിറ്റിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി താഴെ എഴുതാം. 30 മിനിറ്റ്. അരമണിക്കൂറിനെ ഞാൻ മിനിറ്റ് ആക്കി മാറ്റി കേട്ടോ. ഈ ഫ്രാക്ഷൻ ചില കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് നോക്കൂ. ഇനി ഓരോ അരമണിക്കൂറിലും ഇപ്പൊ 30 മിനിറ്റിൽ അടുത്തടിച്ചു, അടുത്ത 30 മിനിറ്റിലും അടിക്കുമല്ലോ. അടുത്ത 30 മിനിറ്റ് ആവുമ്പോഴും ഒരു ബെല്ലടിച്ചു. അടുത്ത ഒരു ബെല്ലടിക്കുമ്പോൾ വീണ്ടും എത്രയായി? 30 മിനിറ്റ് ആയി. അടുത്തയും ഒരു ബെല്ലടിക്കും. ഒരു ബെല്ലടിച്ചു, അടുത്ത ഒരു ബെല്ലടിച്ചു. അപ്പോൾ എത്ര മിനിറ്റായി? 30 മിനിറ്റ്. ശ്രദ്ധിക്കണേ, എത്ര ബെല്ലാണ് ആകെ അടിക്കുന്നത്? 5 ബെല്ലടിച്ചു. ഈ 5ാമത്തെ ബെല്ലിൽ പരീക്ഷ അവസാനിച്ചു. അപ്പോഴെത്ര നോക്കിയാൽ? 1 ബെല്ല്, 2 ബെല്ല്, 3 ബെല്ല്, 4 ബെല്ല്, 5 ബെല്ല്. അപ്പൊ എത്ര സമയം നോക്കിയാൽ നിങ്ങൾ? 30 30 30 30. എത്ര മിനിറ്റ്? 30 30 കൂട്ടിയാൽ 60 മിനിറ്റ് ആയി. 30 30 കൂട്ടിയാൽ 60, 60 മിനിറ്റ് ആയി. അപ്പൊ ടോട്ടൽ എത്ര മിനിറ്റ് ആയി? 120 മിനിറ്റ് ആയി. 120 മിനിറ്റ്സ്. 120 മിനിറ്റ്സ് എന്ന് പറയുമ്പോ എത്ര നമുക്ക് മണിക്കൂറിലാക്കി പറയാലോ? ഇതിപ്പോ ആൻസർ ആയി 120 മിനിറ്റ്സ്. അതിനെ മണിക്കൂറിലാക്കി പറഞ്ഞാൽ എത്ര വരും? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ വരുന്നത്? അപ്പൊ 120 മിനിറ്റ് എത്രയാവും? 2 മണിക്കൂർ, അവേഴ്സ്. അപ്പൊ എത്ര വരും? 2 അവറാണ് പരീക്ഷ. മലയാളം കുട്ടികൾക്ക് മിനിറ്റ്സിന് മിനിറ്റ്, ഈ അവറിന് മണിക്കൂർ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. കുട്ടികളെ എങ്ങനെ തെറ്റിക്കില്ല അറിയോ? ഈ 5 ബെല്ല് വരുമ്പോ കുട്ടികൾ ഇവിടുന്നേ 30 കൂട്ടും. വരില്ല. 1ാമത്തെ ബെല്ലടിച്ചു, 2ാമത്തെ ബെല്ല് വരുമ്പോൾ ആണ് 30 മിനിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, തുടങ്ങി. പരീക്ഷ തുടങ്ങുക 10 മണിക്ക് തുടങ്ങി. പിന്നെ അടുത്തത് 10:30 ആകുമ്പോഴാണ് 2ാമത്തെ ബെല്ല്. അപ്പോഴും 30 മിനിറ്റ് വരുമല്ലോ. ഓക്കെ, അതേമാതിരിയാണ് പോവുക. കൃത്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചൈൽഡ് എന്ന വാക്കിൽ, ചൈൽഡ് CHILD, ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കം അല്ലാത്ത അക്ഷരം ഏത്? വിച്ച് ലെറ്റർ ഈസ് നോട്ട് എ റോമൻ ന്യൂമറൽ ഇൻ ദ വേർഡ് ചൈൽഡ്? ഇതില് റോമൻ ന്യൂമറൽ അല്ലാത്ത ലെറ്റർ ഏത് എന്നാണ് ചോദ്യം. റോമൻ അക്ഷരം അല്ലാത്തത്. അപ്പൊ ഏതൊക്കെയാണ് റോമൻ അക്ഷരങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് 1 2 3 ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. 4 ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇങ്ങനെ എഴുതി. പിന്നെ നമുക്ക് 9 10 വരുന്ന നമ്പർ ഉണ്ട്. പിന്നെ LCDM ഇതൊക്കെ ഉണ്ട്. റോമൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട്, മാത്സ്യുള്ള. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യം റോമൻ അക്കറിന്റെ ഏത് ചോദ്യങ്ങളും ഈസിയായി ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ ഇതിൽ ഏതാണ് ഇല്ലതാണ് നോക്കിയാൽ C എന്ന് പറയുന്ന ലെറ്റർ റോമൻ നമ്പറിലുണ്ട്. H ഇതിലുണ്ടോ? ഇല്ല. നോക്ക്, ഇത് നോക്കിയാൽ 1 ഇവിടെ ഉണ്ട്, 1ന്റെ ഇവിടെ ഉണ്ട്. L ഇതാ നോക്കിയാൽ L ഉണ്ട്, അപ്പൊ അതുണ്ട്. D ഇവിടെ ഉണ്ട്. അപ്പൊ ഏതാണ് വരാത്ത അക്ഷരം? H. അപ്പൊ ആൻസർ എന്താ വരിക? H. അപ്പൊ കുട്ടി എന്താ അറിഞ്ഞിരിക്കണം? ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് റോമൻ നമ്പറിൽ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ 1 മുതൽ 10 വരെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. മറ്റേത് LCD മോണിറ്റർ, നമ്മുടെ TV ഒക്കെ ഇല്ലേ, LCD LED എന്നൊക്കെ പറയാറില്ലേ, അതിങ്ങനെ ഓർമ്മിച്ചാൽ മതി. LCDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 മീറ്റർ നീളമുള്ള
ഒരു കമ്പിയിൽ നിന്നും 25 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഷണം മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന കമ്പിയുടെ നീളം എത്ര? 2 മീറ്റർ ആണ്. ശ്രദ്ധിക്കണേ, ഇംഗ്ലീഷിലുണ്ട് ക്വസ്റ്റൻ അവിടെ. 2 മീറ്റർ ആണ് നീളം. ശ്രദ്ധിക്കണം, 2 മീറ്റർ നീളം. ഇതിൽ നിന്ന് 2 മീറ്റർ ഇങ്ങനെ വിചാരിച്ചോ, 2 മീറ്റർ ഉണ്ട് വിചാരിച്ചോ. അതിൽ നിന്ന് 25 സെന്റിമീറ്റർ ആണ് മുറിച്ച് കളയുന്നത്. ശ്രദ്ധിക്കണം, 25 മീറ്റർ അല്ല, 25 സെന്റിമീറ്റർ. സെമീന്ന് ഞാൻ ചുരുക്കി എഴുതാം. ഓക്കെ, അപ്പൊ 2 മീറ്റർ നീളമുള്ള കമ്പിയിൽ നിന്ന് 25 സെന്റിമീറ്റർ ആണ് കുറച്ച് കളയുന്നത്. അപ്പോ ബാക്കി എത്ര വരുന്നു? അപ്പൊ എന്ത് വേണം? മീറ്ററിൽ നിന്ന് 25 സെന്റിമീറ്റർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആവില്ല, നേരിട്ട് കുറക്കാൻ കഴിയില്ല. അപ്പൊ 2 മീറ്റർ എന്ന് കുട്ടികൾ അറിയണം എത്രയാണ്. ശ്രദ്ധിക്കണേ, 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം 200 സെന്റിമീറ്റർ ആണ്. CM എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, സെന്റിമീറ്റർ മീറ്റർ. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200. കാരണം എന്താ? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കണം, 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 meter equal to 100 centimeter. Therefore 2 meter equal to 200 centimeter. അപ്പൊ 200 സെന്റിമീറ്റർ നീളമുള്ള കമ്പിയിൽ നിന്ന് 25 സെന്റിമീറ്റർ ആണ് കുറക്കുന്നത്. അതിന് സിമ്പിൾ അല്ലേ? ഇപ്പൊ 200 നിന്ന് എത്ര കുറച്ചാൽ മതി? 25 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് അറിയാലോ, ഇവിടെ ഇത് 10 ആവും, ഇത് 9 ആവും, ഇത് 1 ആവും. സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ 10 5 പോയാൽ 5, 9 2 പോയാൽ 7 1. അതായത് 200 25 പോയാൽ നമുക്ക് ആൻസർ 175 കിട്ടും. ആ 175 എന്താ? ശ്രദ്ധിക്കണേ, 175 സെന്റിമീറ്റർ ആണ്. ഇനി ഉത്തരത്തിൽ മീറ്ററും സെന്റിമീറ്ററും ഉണ്ടെങ്കിൽ ഈ 175 സെന്റിമീറ്റർ എങ്ങനെ പറയാം? 1 മീറ്റർ 75 75 സെന്റിമീറ്റർ എന്നും കൂടെ പറയാം. ആൻസർ ഇതിന് ഏത് തരത്തിലാണ് ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ 175. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 2 മീറ്ററിന് 200ലേക്ക് മാറ്റാൻ കുട്ടിക്ക് അറിയണം. ഓക്കെ, അപ്പൊ വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പൊ പരിചയമില്ലാത്ത ചോദ്യങ്ങൾ ഒന്നുകൂടെ കണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ സ്വന്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയ ഇനങ്ങളുമായി വീണ്ടും കാണാം. ബൈ.